കണ്ണൂരിലെ തകർന്നടിഞ്ഞ് പാർട്ടി കോട്ടകൾ. ധർമ്മടത്തും മട്ടന്നൂരിലും UDF മുന്നേറ്റം ഉണ്ടാക്കി. തളിപ്പറമ്പിൽ കെ സുധാകരന്റെ ലീഡ് 8767 മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ BJP വോട്ട് ഇരട്ടിച്ചു. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പാർട്ടി കോട്ട, CPM-ന്റെ ഇടത് കോട്ട എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് BJP-യും UDF-ഉം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു തേരോട്ടം നടത്തിയത് എന്ന് വേണം പറയാൻ. ഇത് പാർട്ടിക്ക് ഒരു വലിയ ക്ഷീണമല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പാനൂരിൽ അവസാന നിമിഷത്തിൽ ഒരു ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവർക്ക് വേണ്ടി സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയും ഒരുപാട് ആരോപണങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടി. അതൊക്കെയും ഇവർക്ക് മോശമായി തന്നെ, അതിന് മുന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ പോലും അത്തരം പല പ്രവർത്തനങ്ങളും മോശമായി ഭവിച്ചു എന്ന് വേണം കരുതാൻ, അല്ലേ? ഗുഡ് മോർണിംഗ് മോത്തി. എത്ര വലിയ ഇടതുവിരുദ്ധ തരംഗത്തിലും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് CPM പ്രതീക്ഷിച്ച പാർട്ടി കോട്ടകളിലാണ് കനത്ത തിരിച്ചടി ഇത്തവണ CPM-ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെ മാത്രം പരിഗണിച്ചാൽ അതിലുള്ള മട്ടന്നൂരും ധർമ്മടവും നമുക്കറിയാം. ധർമ്മടം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി 50,000-ലേറെ വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ MV ജയരാജന് ലഭിച്ച ഭൂരിപക്ഷം 2500 മാത്രമാണ് എന്നതാണ്. ഒപ്പം തന്നെ ചരിത്ര ഭൂരിപക്ഷം നൽകി മട്ടന്നൂരിൽ നിന്നും KK ശൈലജയെ വിജയിപ്പിച്ച മണ്ഡലത്തിൽ ഇത്തവണ LDF-ന് ലഭിച്ചത് 3100 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷം. അങ്ങനെ വലിയ രീതിയിൽ ഇത്തരം ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞു എന്നത് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിലാണ് 8000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം കെ സുധാകരൻ സ്വന്തമാക്കിയതെന്നതാണ്. കഴിഞ്ഞ ലോക്സഭയിൽ 705 വോട്ടിന്റെ ഭൂരിപക്ഷം കെ സുധാകരൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് 10 ഇരട്ടിയിൽ അപ്പുറത്തേക്ക് വർദ്ധിപ്പിക്കാൻ കെ സുധാകരന് കഴിഞ്ഞു എന്നതാണ്. അങ്ങനെ ഇടതു കോട്ടകളിൽ വലിയ വിള്ളൽ തന്നെ സംഭവിച്ചു. അതായത് അണികൾ പോലും മാറ്റി ചിന്തിക്കാൻ തുടങ്ങി എന്നത് ഈ കണക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. മറ്റൊന്ന് കല്യാശ്ശേരിയാണ്. അതായത് കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ഭാഗമായ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 45,000-ലേറെ വോട്ടിന് അവിടെ LDF സ്ഥാനാർത്ഥി വിജയിച്ചതാണ്. ഇത്തവണ 1058 LDF-ന്റെ ഭൂരിപക്ഷം കുറഞ്ഞു എന്നതാണ്. കാസർഗോഡ് ഉണ്ണിത്താൻ വിജയിക്കുന്നതിന് പ്രധാന കാരണമായി മാറിയത് ഈ ഇടതു കോട്ടകളിലെ വലിയ വോട്ട് ചോർച്ചയാണ്. കല്യാശ്ശേരി എന്ന് പറയുമ്പോൾ നവകേരള സദസ്സിനിടെ DYFI പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല ഹെൽമറ്റ് കൊണ്ട് അടിച്ച് പൊട്ടിച്ച അത് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ച ആ മണ്ഡലത്തിലാണ് 1058 LDF-ന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് എന്നതാണ്. ഒപ്പം തന്നെ കൂത്തുപറമ്പിലടക്കം മിക്കയിടങ്ങളിലും ഷാഫി പറമ്പിന് അനുകൂലമായ തരംഗം ഉണ്ടാകുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 50,000-ലേറെ വോട്ടുകൾ പോൾ ചെയ്ത മണ്ഡലമാണ്. അവിടെ LDF-ന്റെ വോട്ട് 2019 അപേക്ഷിച്ച് 25,000 വോട്ട് കുറഞ്ഞു. UDF-ന് 10,000 വോട്ട് കുറഞ്ഞു. അതേസമയം BJP-ക്ക് 50,000 വോട്ട് കൂടി. അതായത് LDF-നും UDF-നും കുറഞ്ഞ വോട്ടുകൾ BJP-യിലേക്ക് പോയി എന്നതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ തന്നെയുണ്ട്. പിണറായിയിലെ ധർമ്മട മണ്ഡലത്തിലെ 161 നമ്പർ ബൂത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്ത ബൂത്തിൽ 2019 അവിടെ BJP-ക്ക് ലഭിച്ച വോട്ട് 53 ആണെങ്കിൽ അത് 2024 113 അതായത് BJP-യുടെ വോട്ട് മുഖ്യമന്ത്രിയുടെ സ്വന്തം ബൂത്തിൽ ഇരട്ടിയായി വർദ്ധിച്ചു. അങ്ങനെ എല്ലായിടങ്ങളിലും ഈ ഇടത് വോട്ടുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്നത് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലത്തിൽ പോലും ഇത്രയധികം വോട്ടിന്റെ ഭൂരിപക്ഷം കെ സുധാകരൻ നേടുക എന്ന് പറയുന്നത് അപ്രതീക്ഷിതം തന്നെയാണ്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രത്യേകിച്ച് പാർട്ടി കോട്ടകളിൽ പാർട്ടി അണികൾ പോലും വോട്ട് മാറ്റി ചെയ്യാൻ തയ്യാറാകുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും പാനൂർ അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് വേണം ഇപ്പോഴത്തെ ഈ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ഈ ധർമ്മടത്തും ഒപ്പം തന്നെ മട്ടന്നൂരും ആദ്യത്തെ 3 റൗണ്ടുകളിൽ കെ സുധാകരനാണ് ലീഡ് ചെയ്തത്. അവസാന റൗണ്ടുകളിലാണ് MV ജയരാജൻ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ലീഡ് എടുക്കാനും കഴിഞ്ഞത്. അങ്ങനെ എല്ലായിടങ്ങളിലും സമഗ്ര ആധിപത്യം സ്ഥാപിക്കാൻ കണ്ണൂരിൽ ഈ UDF-ന് സാധിച്ചു. അതിലേറ്റവും പ്രധാനം CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ, പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോരുന്നു. അത് UDF-ലേക്ക് മാത്രമല്ല, അത് BJP-യിലേക്കും പോകുന്നു എന്നതാണ്. കാരണം കണ്ണൂരിൽ കഴിഞ്ഞ തവണ 68,000 വോട്ടാണ് BJP-ക്ക് കണ്ണൂരിൽ ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് 1,20,000 അടുത്തു എന്നതാണ്. അപ്പോൾ അത്രയധികം വോട്ടിൻ്റെ ഷിഫ്റ്റ് ഉണ്ടായി. അത് തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്കൊപ്പം വരുമെന്ന് കരുതിയെങ്കിൽ ആ വോട്ടുകൾ UDF-നൊപ്പം പോയി. CPM-ന് ഉണ്ടായിരുന്ന
ഹിന്ദു വോട്ടുകളാകട്ടെ അത് BJP യിലേക്ക് പോയി എന്ന് വേണം ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ.